എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം അമേരിക്കയുടെ പെർസ്പെക്റ്റീവ് എടുക്കാം. അമേരിക്കയ്ക്ക് ഇതിൽ എന്താണ് ലാഭം ഉണ്ടായത്? ഒരു ലാഭം അമേരിക്കയ്ക്ക് ഇതിലുണ്ടോ? ഇല്ല. അമേരിക്കൻസ് പൂർണ്ണമായും ട്രംപിനെതിരെ തിരിഞ്ഞു. റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും പൂർണ്ണമായിട്ടും ട്രംപിനെതിരെ തിരിയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നും നേടിയിട്ടില്ല. ദേ ഗെയിൻ നത്തിങ്, ദേ ഗെയിൻ സീറോ. അതാണ് സംഭവിച്ചത്. ഒന്നാമത്തെ കാര്യം, ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, മില്യൺസ് അല്ല ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഒരു കാരണവുമില്ലാതെ ഈ യുദ്ധത്തിൻ്റെ പേരിൽ കളഞ്ഞു കുടിച്ചത്. യുദ്ധം എന്തിനാണ് ആരംഭിച്ചത്? യുദ്ധം ആരംഭിച്ചത് ഇറാനിലെ ജനങ്ങൾക്ക് മോചനം വേണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത്. അവസാനം യുദ്ധം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾക്ക് വേണ്ടി തുറന്നേ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങുന്നത്. ഈ ഫെബ്രുവരി 28 വരെ ഹോർമുസ് കടലിടുക്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ഇല്ല. ഒരു കുഴപ്പമില്ലാതെ ഹോർമുസ് കടലിടുക്കിലൂടെ ഗതാഗതം പൊക്കോണ്ടിരുന്നു, ചരക്ക് കപ്പലുകൾ പൊക്കോണ്ടിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. യുദ്ധം തുടങ്ങിയതിന് ശേഷം അതിൻ്റെ നറേറ്റീവ് മാറിയിട്ട് ട്രംപിൻ്റെ ആവശ്യം മാർച്ച് 22 മുതൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നുള്ളതായി. അവിടെയാണ് ട്രംപിന് അടി തെറ്റുന്നത്. കാരണം ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ വീഴുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ട്രംപ് അവിടെ വീണില്ല. ഇറാൻ തല ഉയർത്തി നിന്നു. അവിടെ ട്രംപിന് തിരിച്ചടിയായി.